ജെന്റിൽമാൻ, വർഷങ്ങളായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന സാറ്റലൈറ്റ് കൺട്രോൾഡ് സ്ട്രെങ്ത് വെപ്പൺ റെഡിയായി കഴിഞ്ഞു. ഇത് തയ്യാറാക്കുവാൻ വേണ്ടി ഞാൻ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തുവെന്നും എത്രമാത്രം റിസ്ക് എടുത്തുവെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ വാട്ട്സ് യുവർ ഓഫർ? What are you expecting? ഇറ്റ്സ് പ്രൈസ്ലെസ്. ഈ വെപ്പൺ ഉപയോഗിച്ച് ഒരു ലാപ്ടോപ്പിന്റെ സഹായത്താൽ ഈ പ്രപഞ്ചത്തിലുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊല്ലാം. ഇറ്റ്സ് എ റെവല്യൂഷണറി ആം. ഐ എം എക്സ്പെക്ടിംഗ് $30 billion. ബാബാജി, ഒരു കണ്ടീഷന്റെ പുറത്ത് ഡീൽ ഓക്കെ. എന്താണ് ആ കണ്ടീഷൻ? ഈ ആയുധമുണ്ടാക്കിയവന്റെ ജീവൻ കൂടെ എനിക്ക് കിട്ടിയേ പറ്റൂ. ഇനി ഒരിക്കലും അവൻ ഇതുപോലൊരു ആയുധം ഉണ്ടാക്കരുത്. ഓക്കെ, ഇറ്റ്സ് എ ഡീൽ. അടുത്ത 48 അവേഴ്സിനുള്ളിൽ ഈ വെപ്പണും അതുണ്ടാക്കിയവന്റെ ജീവനും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. പാവം, ആ മേജരെ തട്ടാനുള്ള പരിപാടിയാ. പതുക്കെ പറ, കേട്ടാ നിന്നെ തട്ടും. ഹലോ, എന്താണോ? ആ ധൻരാജ് ഇവിടുന്ന് രക്ഷപ്പെട്ടു. അവൻ നേരെ ബാബുജിയുടെ അടുത്തേക്കായിരിക്കും വരിക. അയ്യോ, അപ്പൊ കാര്യങ്ങളൊക്കെ പുലിവാലാവില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. പറയാ. ആ ആയിക്കോട്ടെ. ബാബുജി, തോറ്റു. ഞാൻ കീഴടങ്ങി. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അച്ഛന്റെ കാര്യം? ഈ തോക്കങ്ങട് വാങ്ങിച്ചോളാ. എന്നിട്ട് ഇത് വെച്ച് എന്നെ അങ്ങോട്ട് കൊന്നു തരിക. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ എന്നെ കൊല്ലും. അത് ഇപ്പൊ തന്നെ അങ്ങോട്ട് നടത്തിക്കൊള്ളുക. എന്ത് സത്യം? നിങ്ങൾ കരുതണ പോലെ ഞാൻ ആ മേജറിന്റെ മകൻ നരസിംഹൻ അല്ല ബാബുജി. സത്യാണെന്നേ. അവനെ പോലെ ഇരിക്കുന്ന നരസിംഹാചാര്യാണ് നോം. ഹൈദരാബാദിലെ ചിക്കടപ്പള്ളിയിലെ നമ്മുടെ അഗ്രഹാരം. ഭാഷാബായും ചോട്ടാബായും കൂടി വന്ന് ഇങ്ങനെ അഭിനയിക്കണമെന്ന് പറഞ്ഞു. കാശിന്റെ ആവശ്യം കൊണ്ട് നോം അങ്ങോട്ട് സമ്മതിച്ചു. ആ മേജർ നമ്മുടെ വഴിക്ക് വരാതിരിക്കുമെന്ന് ഓർത്താ ഞാൻ ഇവനെ കൊണ്ടുവരാന്ന് ഞാൻ ഐഡിയ കൊടുത്തത്. ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും നമ്മുടെ കാര്യം നടന്നില്ല. ഇവിടെ വന്നപ്പോഴാ നമുക്ക് മനസ്സിലായത് നോം എത്ര വലിയ മനുഷ്യനായി ചതിക്കണേന്ന്. വലിയ മനുഷ്യനോ? അതാരാ? നിങ്ങൾ തന്നെയാ ബാബുജി. നല്ല മനുഷ്യരെ ചതിക്കരുതെന്ന് എന്റെ മുത്തശ്ശി എപ്പോഴും എന്നോട് പറയാറുണ്ടേ. അതും ഞാൻ തന്നെയാണോ? നിങ്ങൾ തന്നെയാ ബാബുജി. അതുകൊണ്ടാ നോം സത്യം പറഞ്ഞത്. ഇനി നമ്മെ ശിക്ഷിക്കണതും രക്ഷിക്കണതും നിങ്ങളുടെ ഇഷ്ടം. ഇക്കാര്യം മറ്റാർക്കെങ്കിലും അറിയാമോ? ഇതുവരെ ഞങ്ങൾക്കും ഇപ്പൊ നിങ്ങൾക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. താങ്ക് ഗോഡ്. കുട്ടി, നരസിംഹാചാര്യ, എന്തെങ്കിലും ആവട്ടെ. ഇതുവരെ നീ ഇവർക്ക് വേണ്ടിയാണ് നാടകം കളിച്ചത്. ഇനി നീ അത് എനിക്ക് വേണ്ടി ചെയ്യണം. എന്റെ വർക്ക് പൂർത്തിയാകുന്നത് വരെ ആ മേജർ നീയാണ് അയാളുടെ മകനെന്ന് വിശ്വസിക്കണം. ഞാൻ 1 കോടി നിനക്ക് തരാം. എന്തിനാ? ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. കൂടുതലുണ്ടോ ഇങ്ങോട്ട് താ, ഞാൻ എടുത്തോളാം. വീട്ടിൽ പോടാ. എന്നാ പകുതാ കൊന്നുകളെ ഞാൻ. ബാബുജി, നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ നോം തയ്യാറാണ്. താങ്ക്സ്. നീ ഒറിജിനൽ അല്ല എന്ന് എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. ഇത് നമ്മൾ മാത്രമേ അറിയാവൂ, മറ്റാരും. സാർ, എനിക്കൊരു സത്യം പറയാനുണ്ട്. എന്താടോ? നിങ്ങളെ കെട്ടിയിട്ടത് നരസിംഹനും ഇവിടെ കണ്ടത് ചാരിയാണ്. അതെ സാർ, അവർ രണ്ടുപേരാ. താനിത് പറഞ്ഞപ്പോ ഞാനും സംശയിച്ചു പോവാ. അവന്റെ രീതികൾ വേറെ, ഇവന്റെ രീതികൾ വേറെ. രീതി മാത്രമല്ല, ആൾക്കാര് വേറെയാ. ഇക്കാര്യം തനിക്ക് എന്നോട് നേരത്തെ പറഞ്ഞുവിടായിരുന്നു. ഒരാള് നമ്മെ തടഞ്ഞു സാർ. ആരാന്ന് പറയടോ? അതൊരു ആത്മാവാ. അതിപ്പൊ പുറത്തു പോയിരിക്കുക. തിരിച്ചെത്തുമ്പോ നമുക്ക് ബാബുജിയോട് പറയാം. ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായി. എന്താ മനസ്സിലായത്? അവന്മാര് 2 പേര്. നീ എങ്ങനെ അറിഞ്ഞു? ഇയാളാ പറഞ്ഞത്. എന്നെ കിഡ്നാപ്പ് ചെയ്ത ഒരുത്തൻ, ഇവിടെ ഉള്ളത് വേറൊരുത്തൻ. പറയടോ. അതെ സാർ, അവർ രണ്ടുപേരാണ് സാർ. കൊന്നുകളെ. 2 പേരല്ല, ഒരുത്തനേ ഉള്ളൂ. അവൻ ഇവിടെയുണ്ട്. ഇവിടെയുള്ളവൻ ശരിക്കുള്ളവനല്ല. ഏതവനാടാ ശരിക്കുള്ളവൻ? പറയാൻ സാർ, അത് പറയാൻ വന്നാ നോമ്പിവിടെ കുടുങ്ങിയേ. അപ്പോ ഒരേപോലെ ഇരിക്കുന്ന 2 പേരുണ്ടോ? അതെ സാർ, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. അപ്പൊ അവരുടെ അച്ഛനൊന്നാണോ? അല്ലാന്നേ. അപ്പൊ അവരുടെ അമ്മയോ? അതുമില്ല, പക്ഷെ മാതൃഭാഷ ഒന്നാ. എഴുതെടുക്കും ഞാൻ. അച്ഛൻ വേറെ, അമ്മ വേറെ. പിന്നെ എങ്ങനെയാടാ അവന്മാർ ഒരുപോലെയാന്ന് പറയുന്നത്? സത്യമാണ് സാർ. ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളും അത് വിശ്വസിക്കണ്ട. തെളിവുണ്ടേ മാത്രമേ ഞാൻ അത് വിശ്വസിക്കൂ. തെളിവ് എന്തിനാ സാർ? തെളിവ് താങ്കളാരാ വയസ്സേട്ടാ? താങ്കളൊരു ഡോണല്ലേ? ഡോൺ വിശ്വസിക്കണമെങ്കിലും തെളിവ് വേണം. തെളിവുണ്ടേ എടുത്തോണ്ട് പാടൂ. തെളിവുകള് വരിക. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കലാശിച്ചില്ലേ? പ്രശ്നമൊന്നും ഇല്ലാലോ. എടാ, നമ്മളെ രണ്ടുപേരെയും കാണാൻ ഒരുപോലെ ആയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ മറ്റൊരു കാര്യം, ആ ബാബയ്ക്ക് ഒരു വലിയ സംഖ്യ വരാൻ പോണൂത്രേ. അപ്പോ ലാപ്ടോപ്പ് ഓൺ ചെയ്യുമല്ലോ. അങ്ങനെ അവൻ ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവന്റെ ശ്രദ്ധ തിരിക്കും. അപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? നിന്റെ ഗേൾഫ്രണ്ട് അവിടെ ഉണ്ട്. ഈ കൽക്കട്ടയിൽ തന്നെ ഉണ്ട്. എന്റെ ഗേൾഫ്രണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അവരെന്തിനാ ഇതിലേക്ക് വലിച്ചെടുക്കണേ? പറയാം. എന്താ ഗോപീഷ്ണ? അമ്മാവാ, ഒരു പ്രധാന വിവരമുണ്ട്. ഫോണിൽ പറയണോ നേരിട്ട് വരണോ? വന്നാ ഇവിടെ നീയും പെട്ടുപോകും. അവിടെ തന്നെ പറയാ. അവന്മാരെ ഇരട്ടകളാ അമ്മാവാ.
ആ കിഴവി അവരെ ഹോസ്പിറ്റലിൽ വെച്ച് മാറ്റിയതാ. അഗ്രഹാരത്തിലുള്ള നമ്മുടെ ആളുകൾ തന്ന ന്യൂസാണേ. കൊള്ളാട്ടോ. ഈ തെളിവ് മതി അവനെ കൊടുക്കാൻ. ഫോൺ വെച്ചോളുക. ധനരാജ് സാർ. ബാബുജി, നിനക്ക് എന്താടാ വേണ്ടേ? ആ ധനരാജന് എന്റെ ഗുരുജിയും ചേർന്ന് ഞങ്ങൾ ഒന്നല്ല രണ്ടാണെന്ന് ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കുക. ഈ കാര്യം എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ ആ മേജറിന്റെ കാതുകളിൽ എത്തിയാലുണ്ടല്ലോ നിങ്ങളുടെ കാര്യം പോക്കാണേ. അതേടാ, എനിക്കൊരു സമാധാനമില്ല. അവന്മാരിങ്ങനെ പറഞ്ഞോണ്ട് നടന്ന എന്റെ കണക്കൂട്ടിൽ തെറ്റും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ വായടപ്പിക്കണമെങ്കിൽ ഞങ്ങൾ രണ്ടാണെന്ന് നിങ്ങളും അങ്ങ് സമ്മതിച്ചേക്കാം. ഏയ്, അത് ശരിയാവില്ല. വേണമെങ്കിൽ ഗുരുജിയും ധനരാജനെയും അങ്ങ് തട്ടിയാലോ? അതൊന്നും വേണ്ട ബാബാജി. ഞങ്ങൾ ഇരട്ട കുട്ടികളാണെന്ന് പറയാ. കുഞ്ഞുനാളിൽ ആശുപത്രിയിൽ വെച്ച് മുത്തശ്ശി ഞങ്ങളെ കൈമാറിയതാണെന്നും പറയാ. അപ്പൊ രണ്ടു കുട്ടികൾ മേജറിന്റേതാവില്ലേ? ആലോചിച്ച് നോക്ക. ഫാന്റാസ്റ്റിക് സ്റ്റോറി. അപ്പൊ അവനായാലും ഓക്കെ, നീ ആയാലും ഓക്കെ. ബാബുജി, ബാബുജി. ഓഹോ, ഇവനും ഇവിടെ തന്നെ ഉണ്ടല്ലേ? നന്നായി. ബാബുജി, നോമ്പ് ഇവര് ഇരട്ടകളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ല. പക്ഷെ ഇവര് ഇരട്ടകളാണ്. അപ്പൊ കാര്യങ്ങൾ ബോധ്യപ്പെട്ടോ? നിനക്കറിയാത്തൊരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാം. ഇവർ ഇരട്ടകളാണെന്ന് മാത്രമല്ല, കുഞ്ഞുനാളിലെ ഹോസ്പിറ്റലിൽ വെച്ച് മുത്തശ്ശി വേർപെടുത്തിയത്. സെന്റ് മേരീസ് ഹോസ്പിറ്റലാണ് ബാബുജി. ഏത് ഹോസ്പിറ്റലെങ്കിലും ആവട്ടെ. സോ ഇവരുടെ അച്ഛനും ഒന്നാണ്, അമ്മയും ഒന്നാണ്. രണ്ടുപേരും മേജറിന്റെ മക്കൾ. അപ്പൊ എന്റെ കൂടെ ആരാണെങ്കിൽ എന്താ? ഭട്ടതിരി, വരിക, വരിക. ഇവൻ ഒന്ന് നിക്ക. നമുക്കൊരു സംശയം. ഈ ബാബുജി യഥാർത്ഥ ബാബുജി തന്നെയാണോ? എന്റെ ഭട്ടതിരി ഉള്ള ടെൻഷൻ തരാൻ ധാരാളം. നടക്കണോ? ആ, നടക്കാം. ആ, 50% മണി എന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. തടസ്സങ്ങളൊക്കെ നീങ്ങി ശുക്രനെ ഉദിച്ചിരിക്കണോ ബാബുജി? അടുത്ത ഏതോ മാരണം കയറി വരുന്നുണ്ടല്ലോ. നിങ്ങൾ അകത്തേക്ക് എടുത്തു വിട്ടെ. പുറത്തു പോ. നർസി കാണണം. വിളിക്ക്. ഏയ്, എന്താ ഇവിടെ ഒരു നോയ്സൻസ്? നർസി, ഞാൻ എത്തി. ആരാണ് കുട്ടി നീ? എന്നെ നീ മറന്നുപോയോ? ഞാൻ നന്ദുവാ. നീ ഇവിടെ വന്നപ്പോ പഴയതെല്ലാം മറന്നോ? എന്താ അസംബന്ധമായി പറയണേ? മറവി എന്നൊരു വാക്ക് എന്റെ നിഘണ്ടൂരില്ല. ഇപ്പൊ അവൻ കുടുങ്ങു കേട്ടോ. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? കണ്ടോളുക. ഏയ്, ആരാ നീ? ഞാൻ ആരായാലും തനിക്കെന്താ? താൻ മിണ്ടരുത്. എന്താ നർസി ഇത്? നമുക്ക് ഇവിടെ നിന്ന് പോവാന്നേ. ചന്തു, എന്റെ ബോയ് ഫ്രണ്ട് ദേഹത്ത് ഞാൻ കയ്യോ കാലോ വെക്കും. അത് ചോദിക്കാൻ നീ ആരാ? ബോയ് ഫ്രണ്ടോ? അവൻ എന്നെ കല്യാണം കഴിക്കാൻ പോവാ. കൊല്ലും ഞാൻ. എന്റെ ബോയ് ഫ്രണ്ട് നീ കല്യാണം കഴിക്കാൻ പോകുന്നോ? ഏയ്, എന്താടി ഒച്ച എടുക്കുന്നേ? നിന്റെ പല്ലടിച്ച് പൊഴിക്കും ഞാൻ. നിർത്തടി. നീ നിർത്തടി. നിർത്തിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? കാണണോ നിനക്ക്? സ്റ്റോപ്പ്. ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. സത്യം അറിയാതെ നിങ്ങൾ തമ്മിൽ തല്ലണ്ട. എന്ത് സത്യം? ഏയ്, ഇങ്ങോട്ട് വാടോ. നമ്മയാണോ? തന്നെ ഇങ്ങോട്ട് വാ. വാ. എന്താ കാര്യം? എന്റെ അടുത്ത് താൻ ഒരു കഥ പറയാൻ വന്നില്ലേ? ആ കഥ താൻ ഇവരോട് പറ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നോം സംസാരിക്കില്ല. നോം അവളെ പ്രേമിച്ചിരുന്നു സാർ. അതെ സാർ, നോം ആ കഥയൊന്ന് പറയട്ടെ. തന്നെ കൊല്ലും ഞാൻ. തന്റെ പ്രേമകഥ പറഞ്ഞ കഴുത്തിരിച്ച് കൊല്ലും ഞാൻ. ആ ഇരട്ട പിള്ളേരെ കഥ പറഞ്ഞോ പറയാൻ. ചന്തു, ശരിക്കും നടന്ന എന്താച്ചാ? ഇതാ ചന്തു നടന്നത്. അവനെ കൈ കിട്ടിയാൽ നിങ്ങൾ രണ്ടുപേരെയും പറഞ്ഞേക്ക് പോയിക്കൊള്ളുക. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. എങ്ങോട്ടാടോ? എങ്ങോട്ട് പോകുന്ന? കഥ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എങ്ങോട്ടും പോകാൻ പാടില്ല. അപ്പോ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ കൂടാല്ലേ? സംശയം എന്താ? ഈവനിങ് പാർട്ടി ഉണ്ട്. എൻജോയ് യുവർ സെൽഫ്.